വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ ഇന്ന് മാൻഹട്ടൻ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കും. വെനസ്വേലയ്ക്കെതിരെ അല്ല, മയക്കുമരുന്ന് കടത്ത സംഘടനകൾക്കെതിരെയാണ് അമേരിക്കയുടെ യുദ്ധമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. വെനസ്വേലയുടെ പരമാധികാരം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ് ആദ്യത്തെ അമേരിക്കൻ പോപ്പായ ലിയോ മാർപ്പാപ്പ. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിലാഷ് രാധാകൃഷ്ണനാണ് ചേരുന്നത്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടത് നിക്കോളാസ് മദുറോയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും ചിരിച്ചുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ പറയുന്നതും ഒക്കെയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജയിൽ അധികൃതർക്ക് നടുവിലിരിക്കുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന മദുറോയുടെ ദൃശ്യങ്ങളും പുറത്തു വരുന്നു. ഇനിയുള്ള വിചാരണ നടപടികളുടെ ഘട്ടങ്ങൾ അതെങ്ങനെയാണ്? എന്താണ് അമേരിക്കയുടെ ഏറ്റവും പുതിയ വിശദീകരണം? അശ്വതി, ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായും പരിശോധിക്കേണ്ടത്. ഒന്ന്, അമേരിക്ക ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, വെനസ്വേലയിൽ എന്താണ് അമേരിക്ക ചെയ്യാൻ പോകുന്നത്, അതുപോലെ നിക്കോളാസ് മദുറോയുടെ ഭാവി എന്താണ്, അതുപോലെ വെനസ്വേലയുടെ ഭാവി എന്താണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് ഈ ഒരു ഘട്ടത്തിൽ. ആദ്യം നമുക്ക് നോക്കാം, നിക്കോളാസ് മദുറോയെ ഇന്ന് മാൻഹട്ടനിലെ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കും. അവിടെ ഒരു സാധാരണക്കാരനെ പോലെ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ള ഒരു പദവിയോ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേക വിശേഷണങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഒരു സാധാരണക്കാരനെ പോലെ അവിടെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അവിടുത്തെ നിയമ നടപടികൾ നേരിടേണ്ടി വരും. ഇന്ന് മദുറോയ്ക്കെതിരായിട്ടുള്ള ചാർജുകൾ എന്തൊക്കെയാണെന്നുള്ളത് കോടതി വായിച്ചു കേൾപ്പിക്കും. പ്രധാനമായും നാർക്കോ ടെററിസമാണ്, അതായത് ലഹരി ഭീകരതയും അതുപോലെ ലഹരി കടത്ത്, അതിനുവേണ്ടി ഗൂഢാലോചന നടത്തിയെന്നുള്ളതും മാത്രമല്ല അമേരിക്കയ്ക്കെതിരായി വലിയ തരത്തിലുള്ള ആംസ്, അതായത് മെഷീൻ ഗണ്ണുകളടക്കമുള്ള ആയുധങ്ങൾ കയ്യിൽ വെച്ചിരുന്നു തുടങ്ങിയിട്ടുള്ള വകുപ്പുകളാണ് നിക്കോളാസ് മദുറോയ്ക്കെതിരെ അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. 2020 ചുമത്തിയ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും അമേരിക്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയി കൂടുതൽ നടപടിയിലേക്ക് കടക്കുന്നതും. മാത്രമല്ല കോടതിയിൽ ഹാജരാക്കുന്ന മാത്രമല്ല അവിടുത്തെ ബ്രൂക്ലിനിലെ കോടതി ഒരു ജയിലുണ്ട്, അവിടുത്തെ പ്രധാനപ്പെട്ട MDC എന്ന് പറയുന്ന ജയില്. അവിടെ ആ ജയിലിൽ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുകയാണ് നിക്കോളാസ് മദുറോയെ. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അമേരിക്കയിൽ തന്നെ ഏറ്റവും മോശം സാഹചര്യമുള്ള ഒരു ജയിലാണ്. ഏറ്റവും കൊടിയ ക്രിമിനലുകളെ മാത്രം താമസിപ്പിക്കുന്ന, തീരെ പോലീസുകാരുടെ സംഖ്യ കുറഞ്ഞ, അവിടെ കയ്യൂക്കുള്ളവൻ എന്തും ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള അത്രയും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു ജയിലിനാണ് ഇപ്പോൾ മദുറോയെ പാർപ്പിച്ചിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ ഈ മണിക്കൂറിൽ കാണേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വെനസ്വേലയെ സംബന്ധിച്ച് ഇപ്പോൾ ഡെൽസി റോഡ്രിഗസ്, അതായത് മദുറോയുടെ സംഘത്തിലുണ്ടായിരുന്ന വൈസ് പ്രസിഡന്റാണ് ഡെൽസി റോഡ്രിഗസ്. അവർ അവിടുത്തെ വെനസ്വേലയിലെ ഇടക്കാല പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ ഇനി എന്താണ് അവരുടെ നിലപാട് എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ പരിശോധിക്കേണ്ടത്. അതിൽ അമേരിക്ക ഡെൽസി റോഡ്രിഗസിനോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഞങ്ങളുടെ ചൊൽപ്പടിക്ക് നിന്നാൽ, അതായത് അമേരിക്ക പറയുന്നതിനനുസരിച്ച് കൃത്യമായി നിന്നാൽ നിങ്ങൾക്ക് ഭരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ മദുറോ എന്തൊക്കെ നടപടികളാണോ നേരിട്ടത് അതിലും ഒരുപടി മുകളിലുള്ള നടപടികൾ ഡെൽസി റോഡ്രിഗസിൻ്റെ ഭരണകൂടം നേരിടേണ്ടി വരുമെന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഭീഷണി. അതേസമയം തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത് വെനസ്വേലയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള നീക്കം അമേരിക്ക നടത്തില്ല, വെനസ്വേലയ്ക്കെതിരെ ഒരു യുദ്ധത്തിന് അമേരിക്കയില്ല. പക്ഷേ അവിടുത്തെ ഭരണകൂടം എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അമേരിക്ക വീക്ഷിക്കും. അതിനനുസരിച്ചുള്ള നടപടികളായിരിക്കും എടുക്കുക. എന്തായാലും അമേരിക്കയ്ക്ക് താല്പര്യമുള്ള രീതിയിൽ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിന്ന് മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നത്തിനും ഉണ്ടാകില്ല. ഡെൽസി റോഡ്രിഗസിന് അവിടുത്തെ പ്രസിഡന്റായി തുടരാം, രാജ്യത്തെ ഭരിക്കാം എന്നുള്ളതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട്. അങ്ങനെ ഒരു നിലപാട് പക്ഷേ ഡെൽസി റോഡ്രിഗസ് എടുത്താൽ അത് മദുറോയെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ മദുറോയെ ചതിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമാവും. ആ രാജ്യത്ത് അമേരിക്ക എന്താണോ പറഞ്ഞത്, അതായത് ആ രാജ്യത്ത് അരാജകത്വം വാഴുന്നു, മദുറോ അവിടെ നടത്തിയത് കള്ളക്കടത്തും മയക്കുമരുന്ന് വിൽപ്പനയും അവിടുത്തെ ജനങ്ങളെ അടിച്ച് ഓടിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് മദുറോ ചെയ്തുകൊണ്ടിരുന്നത്. ആ കാര്യങ്ങളെല്ലാം സമ്മതിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഡെൽസി റോഡ്രിഗസ് ഇപ്പോൾ അമേരിക്കയെ അനുസരിച്ചുകൊണ്ടൊരു ഭരണം മുന്നോട്ട് കൊണ്ടുപോയാൽ, അതുകൊണ്ട് തന്നെ ഡെൽസി റോഡ്രിഗസിനെ സംബന്ധിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി നോക്കി, അതായത് കാര്യങ്ങളെല്ലാം ഇതുവരെയും ഡെൽസിയുടെ നിലപാട് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെയും കോളനിയായി പ്രവർത്തിക്കാൻ വെനസ്വേലയ്ക്ക് താല്പര്യമില്ല എന്ന ഉറച്ച നിലപാടിലല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്?
അതെ അതെ, ഒരു രാജ്യത്തിൻ്റെയും കോളനിയായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോഴും അവിടെ അമേരിക്കയെ തള്ളിപ്പറയുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ അതിശക്തമായ ഒരു നിലപാട് ഡെൽസി റോഡ്രിഗസ് അവിടുത്തെ ഇടക്കാല പ്രസിഡന്റായി വന്നതിന് ശേഷം എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഇനി എന്താണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് ഡെൽസി റോഡ്രിഗസ് നടത്തിയിരുന്നു. ഡെൽസിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആഭ്യന്തരമന്ത്രിയും അതുപോലെ പ്രതിരോധ മന്ത്രിയും ചേർന്നിട്ടാണ് ആ ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് നടത്തിയത്. അതിനുള്ള ആ ക്യാബിനറ്റ് മീറ്റിംഗിലെ തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് പുറത്തു വന്നിട്ടില്ല. എന്നാൽ വലിയ അമേരിക്കയ്ക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം നടത്താനാണോ, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് പോലെ കേട്ട് ആ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാണോ ഡെൽസി റോഡ്രിഗസും ഭരണകൂടവും തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഇനി ഇപ്പോൾ ലോകം കാത്തിരിക്കുന്നത്. അതേസമയം തന്നെ നിക്കോളാസ് മദൂറോയുടെ മകനായിട്ടുള്ള നിക്കോളാസ് മദൂറോ ഗുരെ, അദ്ദേഹം പറയുന്നത് മദൂറോയെ തട്ടിക്കൊണ്ടുപോയ നടപടിയിൽ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും, ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ പോരാടും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊരു വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒന്നും വെനസ്വേലയ്ക്കകത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. കാരണം മദൂറോയെ തട്ടിക്കൊണ്ടുപോയതിൽ ഒരു വിഭാഗം ആളുകൾക്ക് വളരെ സന്തോഷമാണ്, അവർ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുമുണ്ട്. അങ്ങനെ വെനസ്വേലയിലെ ജനങ്ങൾ തന്നെ രണ്ട് തട്ടിലായിരിക്കുന്ന ഒരു നടപടിയിലേക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത് വെനസ്വേലയുടെ എണ്ണ നിക്ഷേപത്തിൻ്റെ ഭാവി എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ മദൂറോ അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുമ്പ് ചൈനയുടെ ആളുകളുമായി മദൂറോ സംസാരിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുത്തെ വെനസ്വേലയിലെ എണ്ണ നിക്ഷേപം അത് ചൈന ഏറ്റെടുത്ത് നടത്താനുള്ള, അല്ലെങ്കിൽ ചൈനീസ് കമ്പനികൾക്ക് നൽകാനുള്ള ധാരണകളിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് അമേരിക്ക മദൂറോയെ തട്ടിക്കൊണ്ടു പോകുന്നതും പിന്നീട് ഡൊണാൾഡ് ട്രംപ് പറയുന്നതും വെനസ്വേലയിലെ എണ്ണ നിക്ഷേപം അത് അമേരിക്ക നോക്കിക്കോളും, അതിൻ്റെ എണ്ണകളെല്ലാം അമേരിക്ക എടുത്ത് അത് വിറ്റതിന് ശേഷം അതിൻ്റെ ഒരു ലാഭവിഹിതം വെനസ്വേലയ്ക്ക് നൽകും, അവിടുത്തെ ജനങ്ങൾക്ക് നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് ചൈനയ്ക്ക് കൂടി തിരിച്ചടിയായിരിക്കുന്ന ഒരു തീരുമാനമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഈ ഒരു അമേരിക്കയുടെ നടപടിയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിച്ച് രംഗത്തെത്തിയത് ചൈന തന്നെയാണ്. റഷ്യ പോലും അത്ര കടുത്ത ഒരു നിലപാട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മണിക്കൂറുകളിൽ ഇതിലെന്താണ് വെനസ്വേല ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് കണ്ടറിയേണ്ടത്. മദൂറോയുടെ ഭാവി എന്താണെന്നുള്ളതിൽ ഏറെക്കുറെ നമുക്ക് ഒരു വ്യക്തതയുണ്ട്. കാരണം ഇറാഖിലെ സദ്ദാം ഹുസൈൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. 2006 അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്, അതുപോലെ ഇനിയിപ്പോൾ മദൂറോയ്ക്കും സംഭവിക്കൂ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അഭിലാഷ്, ഒരു കാര്യം കൂടി, ഈ അധിനിവേശമല്ല നിയമ നടപടികളുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് US-ന്റെ ഈ നടപടികളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതേസമയം അഭിലാഷ് പറഞ്ഞതുപോലെ റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ നിലപാട് പറഞ്ഞു, മറ്റ് രാജ്യങ്ങളുടെ നിലപാട്, ഒപ്പം ഇന്ത്യയുടെ നിലപാട് ഇപ്പോഴും അമേരിക്കയെ അപലപിച്ചിട്ടില്ല. അതേസമയം വെനസ്വേലയിലെ ജനങ്ങളുടെ ഒപ്പമാണ് എന്നാണല്ലോ ഇന്ത്യ പറഞ്ഞത്. അശ്വതി, നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ അന്താരാഷ്ട്ര വിഷയങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും, ഇന്ത്യ പലപ്പോഴും ഒരു ചേരിചേരാ നയമാണ് സ്വീകരിക്കുന്നത്. ഒരു പക്ഷത്തും നിൽക്കാതെ കൃത്യമായ ഒരു നിലപാട്, അതായത് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത്, എല്ലായിടത്തും സമാധാനം വരണം എന്നുള്ള രീതിയിലുള്ള ഒരു നിലപാടാണ് ഇന്ത്യ എടുക്കാറ്. അതിപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധമായാലും ശരി, പലസ്തീൻ ഇസ്രായേൽ യുദ്ധമായാലും ശരി, അങ്ങനെ ഏത് തരത്തിലുള്ള കാര്യങ്ങളായാലും ഇന്ത്യ എപ്പോഴും അത്തരത്തിലുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചു പോരുന്നത്. ഇവിടെയും അതേ രീതി തന്നെയാണ് ഇന്ത്യ പുലർത്തുന്നതെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ വെനസ്വേലയിൽ ഉണ്ടായ സംഭവങ്ങൾ ഖേദകരമാണെന്നും അവിടെ സമാധാനം പുലരണമെന്നും അവിടെ ജനാധിപത്യം ഉണ്ടാക്കണമെന്നുമുള്ള ഒരു ആവശ്യമാണ് ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. എന്നാൽ മറ്റ് ലോകരാജ്യങ്ങളെല്ലാം അവരുടേതായിട്ടുള്ള കൃത്യമായ നിലപാട്, ഒരു പക്ഷത്തേക്കുള്ള അവരുടെ നിലപാട് കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ റഷ്യ അമേരിക്കയ്ക്കെതിരെ അതിശക്തമായി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നടപടി അപലപനീയമാണെന്നും ഇത്തരത്തിലൊന്നും ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കൈകടത്താൻ പാടില്ല എന്നും റഷ്യ പറഞ്ഞിട്ടുണ്ട്. ചൈന പറഞ്ഞത് അപകടകരമായിട്ടുള്ള നീക്കമാണ് അമേരിക്ക നടത്തുന്നത്, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള നീക്കമാണ് അമേരിക്ക നടത്തുന്നതെന്ന് പറയുന്നു. അതേസമയം ഇന്ത്യ പറയുന്നത് സമാധാനം പുലരണം, ഡെമോക്രാറ്റിക്, അതായത് വെനസ്വേലയിലെ ജനാധിപത്യം അത് അവിടെ തുടരണം എന്നുള്ള കാര്യമാണ് ഇന്ത്യയുടെ ഒരു പക്ഷം. അശ്വതി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിശദവിവരങ്ങൾ നൽകിയത്.